Yes, Farida, good afternoon. Vismaya, good afternoon. Okay, let us start. Harsha TV, good afternoon. Okay, let us start. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഒരു ട്രാൻസ്ലേഷൻ ആണ്. അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമുക്കിന്നും ഒരു ട്രാൻസ്ലേഷൻ ആദ്യം നോക്കാം. ഞാൻ ഒരു ചെറിയൊരു പാരഗ്രാഫ് പറയാം, നിങ്ങളതൊന്ന് എഴുതിയെടുക്കുക, എന്നിട്ട് നമുക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഓക്കെ, പറയട്ടെ? ഓക്കെ, പറയട്ടെ? യെസ്, വെരി ഗുഡ്. നാളെ ഓക്കെ വിസ്മയ, ഇരിക്കോളൂ. നാളെ എൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഫുൾ സ്റ്റോപ്പ്. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ക്വസ്റ്റ്യൻ മാർക്ക്. ഞാൻ ഇതുവരെ നിങ്ങളോട് അത് പറഞ്ഞിട്ടില്ല. ഫുൾ സ്റ്റോപ്പ്. പക്ഷേ നാളെ രാവിലെ ഞാനത് പറയും. ഫുൾ സ്റ്റോപ്പ്. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നരുത്. ഫുൾ സ്റ്റോപ്പ്. എന്നും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വീണ്ടും ആ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫുൾ സ്റ്റോപ്പ്. ഓക്കെ. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഇതാണോ പറഞ്ഞത്? വേറെ അല്ലേ പറഞ്ഞത്? പറഞ്ഞതാണോ? ഒന്നുകൂടി നോക്കി.
അല്ല, അത് ഇതുപോലെ ഇത് തന്നെയായിരുന്നു. വേറെ ഏതാണ്ടൊക്കെ ഒറ്റ മോഡൽ വരും. ഇത് പറയുന്ന വിസ്മയ ഇത് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എന്റെ ജീവിതത്തിൽ എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു എന്നുള്ളതല്ലേ? തുടക്കം. യെസ്. അപ്പൊ ഇത് പറഞ്ഞിട്ടില്ല. അത് വേറെ ആയിരുന്നു വർഷം. എന്റെ ജീവിതത്തിൽ എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു കഴിഞ്ഞ വർഷം പറഞ്ഞത് തുടങ്ങിയത്. അപ്പൊ ബാക്കി പറയാം കേട്ടോ. അപ്പൊ ഞാൻ പറയും, എന്നും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വീണ്ടും ആ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീണ്ടും ആ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ എന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. ആർക്കും അത് വായിക്കാൻ കഴിയും. യെസ്. എനിക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്ന സ്വഭാവം ഇല്ല. അതുകൊണ്ട് ഒരു പരിധിക്ക് മുകളിലേക്ക് ഞാൻ ആരെയും മൈൻഡ് ചെയ്യാറില്ല. ഇതാണ് എന്റെ പ്രശ്നം. നമ്മൾ മറ്റുള്ളവരെ അറിയണം. നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം. ഒരു നല്ല സുഹൃത്ത് എന്ന നിലയിൽ അത് നിങ്ങളുടെ കടമയാണ്. ഇപ്പോൾ പോയി സുഖമായി ഉറങ്ങുക. നാളെ നമ്മൾ തമ്മിൽ വീണ്ടും കാണും. ഓക്കെ. യെസ്. അപ്പൊ എന്താ ചെയ്യാ ആശ? സുധീഷ് അത് പറഞ്ഞാണോ നേരത്തെ? സർ ഞാൻ ലൈവിലായിരുന്നില്ല സർ. ബിന്ദു സത്യൻ? യെസ്. ആഷിക? ആയാലും പോട്ടെ ഹർഷ.
ഒന്നുകൂടി ഒന്ന് റെഡിയാക്കി. ഓക്കെ 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 ഓക്കെ. എന്നിട്ട് എന്താ പറയാതിരുന്നത്? യെസ്, ഹർഷ പറഞ്ഞെങ്കിലും പിന്നീട് വേറെ മാറ്റി പറയണോ? രണ്ടുപേര് പറഞ്ഞ സ്ഥിതിക്ക് വേണമെങ്കിൽ മാറ്റിയാലോ സുധീഷ? വേറൊന്നും പറയട്ടെ? ഒരു ചെറിയ പാരഗ്രാഫാണ്. യെസ്, എനിക്കും. വേറെ പാരഗ്രാഫ് കേട്ടോ. ഞാനൊരു കഥ പറയട്ടെ. എന്റെ അമ്മ എന്നോട് പറഞ്ഞ കഥ. എന്റെ അമ്മ എന്നോട് പറഞ്ഞ കഥ. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടും. ഈ കഥ ഇഷ്ടപ്പെടും. കാരണം ഇത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഹിബ, ഗുഡ് ആഫ്റ്റർനൂൺ. എന്റെ അമ്മയെ കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ, ഈ കഥയും ഞാൻ ഓർക്കും. ഇത് ഒരച്ഛന്റെയും മൂന്ന് മക്കളുടെയും ഇപ്പോൾ എഴുതി ഹിബ വാക്യം പറയാം. ഇത് ഫ്രണ്ടിൽ കുറച്ച് സ്ഥലം വിട്ടാൽ മതി, ഒരു 3 വരി ഏതാനും സ്ഥലം വിട്ടാൽ മതി. ഇത് ഒരച്ഛന്റെയും 3 മക്കളുടെയും കഥയാണ്. ഇതൊരു നടന്ന സംഭവമാണ്. ഈ കഥ ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. അവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് നിങ്ങൾക്കും ഈ കഥ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് ജീവിതത്തിൽ പല തകർച്ചകളെയും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്.
ആ തകർച്ചകളെ അതിജീവിക്കുവാൻ ആ തകർച്ചകളെ അതിജീവിക്കുവാൻ ഈ കഥ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഈ കഥ എന്നെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കഥ കേൾക്കാൻ റെഡിയാവുക. അതുകൊണ്ട് നിങ്ങൾ കഥ കേൾക്കാൻ റെഡിയാവുക. യെസ്, എഴുതിക്കോളൂ. ഹിബ ആദ്യത്തെ ഒരു വാചകം 2 സെന്റൻസ് കൂടി എഴുതിക്കോ ഫ്രണ്ടില്. ബാക്കി ഒരു എഴുതിക്കോ. ഹിബ 2-3 സെന്റൻസ് ഫ്രണ്ട് ഉണ്ടായത്. ഓക്കെ ആഷിയ, നമുക്ക് ഒരുമിച്ചിട്ട് നോക്കാം. അവരോട് കഴിയിട്ടാ. ഓക്കെ, എഴുതിക്കോളൂ. ഞാനൊരു കഥ പറയട്ടെ. എന്റെ അമ്മ എന്നോട് പറഞ്ഞ കഥ. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടും. കാരണം ഇത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. എന്റെ അമ്മയെ കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ ഈ കഥയും ഞാൻ ഓർക്കും. ഇത് ഒരച്ഛന്റെയും 3 മക്കളുടെയും കഥയാണ്. പകിട്ടുണ്ടല്ലോ ഹിബ? ഉണ്ട്. ഓക്കെ.
ഓക്കെ ഹർഷ, നമുക്ക് ഒരുമിച്ച് നോക്കാം കേട്ടോ. ഒരാളുടെ കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. യെസ്, ഓക്കെ. സുധീഷ, വായിച്ചോളൂ. ഞാൻ വായിക്കാം, അതിന് ഇംഗ്ലീഷ് പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ ഒരു കഥ പറയട്ടെ, പറഞ്ഞോളൂ. I would like to tell a story. Yes, I would like to tell a story. അല്ലേ? നമുക്കതൊന്ന് ചെറുതായിട്ട് മാറ്റാം. കാരണം അത് ചോദ്യം പോലെയാണ്. കാരണം ഞാനൊരു കഥ പറയട്ടെ എന്ന് ചോദിച്ചാൽ എന്റെ ആൻസർ പറയും നോ, പറയണ്ട, യെസ് പറഞ്ഞോളൂ. അപ്പൊ അത് ചോദ്യമായി. ഷാൽ ഐ ഗോ, ഞാൻ പോയിക്കോട്ടെ, ഷാൽ ഐ ടേക്ക് ഇറ്റ് എന്ന് പറഞ്ഞ പോലെ ഷാൽ ആദ്യം വരുന്ന രീതി ആക്കാം. അപ്പൊ നമുക്ക് ഒന്നുകൂടി എഡിറ്റ് ചെയ്യാം. ഷാൽ ഐ ടെൽ യു എ സ്റ്റോറി, ഐ വുഡ് ലൈക്ക് ടു സ്റ്റോറി. കേട്ടോ, അത് ചോദ്യമായതുകൊണ്ടാണ് ഷാൽ നമ്മൾ ആദ്യം പറഞ്ഞത്. യെസ്, ഷാൽ ഐ ടെൽ യു എ സ്റ്റോറി. എന്റെ അമ്മ എന്നോട് പറഞ്ഞ കഥ, അത് ആദ്യത്തെ സെന്റൻസിനോട് കണക്ട് ചെയ്ത് പറയാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് പറയാം. പറഞ്ഞോ. The story was told by my mother. Yes, the story was told by my mother. അല്ലെങ്കിൽ നമുക്ക് ഈ ആദ്യത്തെ സെന്റൻസിന് രണ്ടാമത്തെ സെന്റൻസ് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഷാൽ ഐ ടെൽ യു എ സ്റ്റോറി, ഒരു വിച്ച് ചേർക്കുക. വിച്ച് മൈ മദർ ടോൾഡ് മീ. അല്ലെങ്കിൽ ദാറ്റ് ചേർത്താലും മതി. അല്ലെങ്കിൽ ദാറ്റ് മൈ മദർ ടോൾഡ് മീ. ഓക്കെ, ഹിബ കറക്റ്റ് ആണ്. അടുത്തൊരു വരിയോട് പറയാം. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടും. You will like this story. Very good. You will like this story. Then ഹിബ പറഞ്ഞോളൂ. കാരണം ഇത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. Because it's more related to your life. Yes, because it is related to your life. Related to know, അല്ലെങ്കിൽ connected to know, CONNECT. എന്തുകൊണ്ട് റിലേറ്റഡ്? ഇതാണ് നല്ല വേർഡ്. Because it is related to your life. എന്റെ അമ്മയെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ കഥയും ഞാൻ ഓർക്കും. I always remember this story whenever I think of my mom. Very good. Whenever I think of my mom, I remember this story. എപ്പോഴെല്ലാമാണോ ഞാൻ അമ്മയെ കുറിച്ച് ഓർക്കുന്നത്, അപ്പോഴൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ കഥയും ഓർക്കും. ഇത്
ഒരു അച്ഛന്റെയും 3 മക്കളുടെയും കഥയാണ്. പറയൂ. It's a story of a father and 3 Children. children. Yes. Okay. This is the story of a father and 3 children. Very good, very good. Okay, Haiba. ഹർഷ TV, ബാക്കി പറ. ഇത് ഒരു നടന്ന സംഭവമാണ്. This is a real story. The story. This is a real story. ശബ്ദം കേൾക്കുന്നില്ലല്ലോ. The story is really happened. Okay. അടുത്തത്. ഈ കഥ ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. I have said this story to many people. Okay, okay. I have told the story to many people. അവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടു. They have liked this story as well. അവർക്കും കൂടി they also ഒരു also കൂടി ചേർക്കാം. They also liked this story. Okay, Arsha? Very good, very good. അതുകൊണ്ടാണ് നിങ്ങൾക്കും ഈ കഥ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പറഞ്ഞത്. ആഷിക പറഞ്ഞോളൂ. That's why I said you will also like this story. Yes, that is why I told you that you would like this story. Yes, എനിക്ക് ജീവിതത്തിൽ പല തകർച്ചകളെയും അഭിമുഖീകരിക്കേണ്ട I had faced okay. obstacles and struggles. Okay. Obstacles and struggles. Okay. Okay. എനിക്ക് in life കൂടി ചേർക്കാം. I have to face many obstacles or crises in life. Yes. Okay. Very good. Very good. Very good. ബിന്ദു സത്യൻ. അടുത്തത്. ആ തകർച്ചകളെ അതിജീവിക്കാൻ ഈ കഥ എന്നെ സഹായിച്ചിട്ടുണ്ട്. Yes. അപ്പൊ സുധീഷനെ വായിച്ചോ. ആ തകർച്ചകളെ അതിജീവിക്കാൻ ഈ കഥ എന്നെ സഹായിച്ചിട്ടുണ്ട്. This story has helped me to overcome those obstacles. Obstacles. Okay. അല്ലെങ്കിൽ to overcome those obstacles, the story helped me. The story helped me to overcome this obstacle അല്ലെങ്കിൽ crisis എന്ന് പറയും. അതുകൊണ്ട് കഥ കേൾക്കാൻ റെഡിയാവുക. Struggle. Okay, Hiba. That So be ready to hear the story. yes, very good, very good. നല്ല വാക്കാണ്. Be ready, be happy എന്നൊക്കെ പറയല്ലേ. So be ready to hear the story. Okay, okay. Very good, very good, very good. Yes. ഇനി ഞാൻ 2-3 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങളോട് ഞാൻ കഴിഞ്ഞ ദിവസം എ ഗ്രൂപ്പ് ഓഫ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉപയോഗിച്ചിട്ട് കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചത്. ഗ്രൂപ്പ് ഓഫ്. യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ലാസ്റ്റ് പറഞ്ഞത് ഗ്രൂപ്പ് ഓഫ് പ്ലേയേഴ്സ് എന്ന് പറഞ്ഞു. ഗ്രൂപ്പ് ഓഫ് പ്ലേയേഴ്സ് എന്നുള്ളതിന് ടീം എന്നാണ് പറയുന്നത്. ഗ്രൂപ്പ് ഓഫ് പ്ലേയേഴ്സ് ആൻഡ് വൺ വേർഡ് ടീം എന്നാണ്. അതുവരെയാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. യെസ്. ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ്. എ ഗ്രൂപ്പ് ഓഫ് ഡയറക്ടേഴ്സ്. എ ഗ്രൂപ്പ് ഓഫ് ഡയറക്ടേഴ്സ് ഞാൻ പറയുന്ന പേരുണ്ട്. A group of directors. Group of directors. Yes, Sudhisha, correct. Board of directors. Yes, Sudhisha.
Board of Directors. Correct. Bindu. Yes. അതും പറയുന്ന പേര് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നാണ്. ഓക്കെ. ഹർഷ. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എ ഗ്രൂപ്പ് ഓഫ് ജഡ്ജസ്. ഗ്രൂപ്പ് ഓഫ് ജഡ്ജസ്. ഗ്രൂപ്പ് ഓഫ് ജഡ്ജസ്. യെസ് സുധീഷ, കറക്റ്റ് ആൻസർ. പാനൽ എന്നാണ് പറയുന്നത്. ഗ്രൂപ്പ് ഓഫ് ജഡ്ജസിന് പറയുന്ന പേര് പാനൽ എന്നാണ്. ഹിബ ആൻഡ് ബിന്ദു സത്യൻ. സുധീഷ, ഹിബ ആൻഡ് ബിന്ദു സത്യൻ. കറക്റ്റ് ആൻസർ ആണ്. പാനൽ ഓഫ് ജഡ്ജസ് എന്ന് പറയുന്നത്. ഓക്കെ 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 ഓക്കെ. അടുത്തത് എ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്. FRIENDS. A group of friends. Room അല്ല സുധീഷ, സ്ക്വാഡ് അല്ല. യെസ് ഹിബ, കറക്റ്റ് ആൻസർ. സർക്കിൾ എന്നാണ്. സർക്കിൾ. ഹിബ, ഹർഷ, ബിന്ദു സത്യൻ. ഹിബ, ഹർഷ ആൻഡ് ബിന്ദു സത്യൻ. That is called a സർക്കിൾ എന്നാണ്. സർക്കിൾ ഓഫ് ഫ്രണ്ട്. എന്റെ മൈ ഫ്രണ്ട് സർക്കിൾ എന്ന് പറയാറില്ലേ? യെസ്. അടുത്തത് സിമ്പിൾ ആണ്. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. യെസ് ഹിബ, സുധീഷ, ആഷിക. ഹിബ, സുധീഷ, ആഷിക. കറക്റ്റ് ആൻസർ ആണ്. ദാറ്റ് ഈസ് കോൾഡ് ക്രൗഡ്. ക്രൗഡ് ഓഫ് പീപ്പിൾ. അടുത്തത് എ ഗ്രൂപ്പ് ഓഫ് thieves. 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 A group of thieves. Yes, Sudisha, Harsha, Bindu Satyan. Sudisha, Harsha, Bindu Satyan. Yes. Okay. Gang എന്ന് പറയുന്നത്. ഗ്യാങ് പലപ്പോഴും നമ്മള് സുഹൃത്തുക്കൾക്ക് കൊടുക്കാറുണ്ട്. അത് തെറ്റാണ്. ഗ്യാങ് ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ ചെയ്ത ആളുകളെയാണ് നമ്മൾ ഗ്യാങ് എന്ന് പറയുന്നത്. അടുത്തത് എ ഗ്രൂപ്പ് ഓഫ് sailors. 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 A group of sailors. Ashika, Sudisha, Bindu Satyan. Ashika, Sudisha and Bindu Satyan. Okay, Harsha, true. Yes. ആ ഇനത്തിലെ ലാസ്റ്റ് ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. എ ഗ്രൂപ്പ് ഓഫ് musicians. Group of musicians. Sudisha, Bindu Satyan, Ashika. Harsha TV. Sudisha, Bindu Satyan, Ashika, Harsha. ബാൻഡ് ആണ് കറക്റ്റ് ആൻസർ. ബാൻഡ് ഓഫ് മ്യൂസിക് എന്നാണ് പറയാറ് കേട്ടോ. ബാൻഡ്. യെസ്. ഇനി ഞാൻ പറയുന്ന വേർഡിന്റെ അതേ അർത്ഥമുള്ള വേറൊരു വേർഡ് നിങ്ങൾ പറയണം. യെസ്, അതേ മീനിങ് വരുന്നത്. ഞാൻ പറയുന്ന വേർഡ് ഇതാണ്. വെരി റിച്ച്. RICH. വെരി റിച്ച് എന്നർത്ഥം വരുന്ന വേറൊരു വേർഡ്. റോയൽ, രാജകീയമായത്. വെരി റിച്ച് ആണ്. യെസ്, ഹിബ ഇസ് എ കറക്റ്റ് ആൻസർ.
wealthy. Hiba, Harsha, Ashika. Hiba, Harsha, Ashika. Okay. Answer is wealthy. അപ്പൊ ചോദ്യത്തിന്റെ സ്റ്റൈൽ പിടികിട്ടിയല്ലോ. ഇതാണ് ചോദ്യം. വെരി റിച്ച്, വെൽത്തി. അടുത്ത ചോദ്യം ഇതാണ്. വെരി പൂവർ. POOR. വെരി പൂവർ. നീഡ് ആവശ്യമാണ്. ഇംപ്രൂവൈസ്ഡ് അല്ല, നീഡി അല്ല. വെരി വേറെ വേറുണ്ട്. വെരി പൂവർ. പെനിലെസ് അല്ല ഹിബ, വേറെ. പോവർട്ടി സ്ട്രിക്കൻ. ഒരൊറ്റ പേരുണ്ട്. ക്ലൂഡ്. ഫസ്റ്റ് ലെറ്റർ ഡി ആണ്. ഡോഗ്. ഡി. ഫസ്റ്റ് ലെറ്റർ ഡി. യെസ്, ഹിബ, ആഷിക, സുദിഷ. ഹിബ, ആഷിക and Sudisha. Destitute. Yes, very good. Okay. Harsha TV. Yes. Next. Very happy. Very happy. Overjoyed. Overjoyed. ഇതൊക്കെ ആണ്. പക്ഷേ റിലേറ്റഫുൾ, സന്തോഷം. വേറെ നല്ലൊരു വേർഡ്. ജെ വെച്ചിട്ടൊരു വേർഡുണ്ട് ഹർഷ. ഇതല്ല, വേറൊരു വേർഡ് പറയാമോ? ഒരു അഡ്ജക്റ്റീവ് ആണ്. യെസ്, ആഷിക, സുദീഷ, Ashika and Sudisha, Harsha. Yes. Jubilant. Yes. Okay. Very good. Harsha. Very sad. Very sad. Expression ആയിരിക്കാന്നാണ് നമ്മൾ പറയാ. അൺഹാപ്പി. വെരി വേണം. അൺഹാപ്പി സാഡ് ആണ്. വെരി എല്ലാത്തിനും വെരി എന്നുള്ള സാധനം കിടപ്പുണ്ട്. വളരെ. വെരി സാഡ്. മിസറബിൾ. യെസ്, ഹിബ is a correct answer. Heartbroken. Yes. Hiba. Where are you? Hiba, Sudisha, Harsha. Hiba, Sudisha, Harsha. Heartbroken. Another. Very cute. CUT. Cute. Very cute. Yes, Sudisha, very good. Sudisha. Bindu Satyan, Ashika. Sudisha, Bindu Satyan and Ashika. Yes, adorable. Yes. Okay. Next question. Very shy. 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 Very shy. അതല്ല സുദീഷ.
Very shy. Oh, self-conscious അല്ല, lack of confidence ഒക്കെയാണ് സംഭവിച്ചത്. അതല്ല ഹർഷ, അല്ല ഹിബ. യെസ്, ആരും കറക്റ്റ് ആൻസർ വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാനൊരു ക്ലൂ ഇടാം. ഫസ്റ്റ് ലെറ്റർ ടി ആണ്. 10. യെസ്, ഹിബ, സുധീഷ, ആഷിക. ഹിബ, സുധീഷ, ആഷിക. കറക്റ്റ് ആൻസർ, കറക്റ്റ് ആൻസർ. ടിമിറ്റ്. അടുത്തത് സിമ്പിൾ ആണ്. വെരി ലോങ്, LONG, വെരി ലോങ്. വെരി ലോങ്. സുധിഷ, ആഷിക, ഹിബ. സുധിഷ, ആഷിക, ഹിബ. കറക്റ്റ് ആൻസർ. The answer is lengthy, നീളമുള്ളതായ. Yes. Next question. Very short, SHORT, short. Yes, Ashika, Sudhisha, Bindu Satya. Ashika, Sudhisha, Bindu Satya. Brief one, brief. BRIEF, brief. അടുത്തത്. Very fancy, FANCY, fancy. Very fancy. Elaborate elegant അല്ല, വേറെ വേക്ക്. Very fancy. Magnificent അല്ല. Okay, ഹിബ, ആഷിക, Bindu Satya. Hiba, Ashika, and Bindu Satya. Is the correct answer? The answer is lavish. Lavish. Further. Very dirty. 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 Very dirty. Sudhisha, Bindu Satyan, Ashika. Sudhisha, Bindu Satyan, Ashika. It's the correct answer. Filthy, FINTHY. അടുത്തത്. Very clean, 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 very clean. Neat ആണ്, very clean. Neat എന്ന് പറഞ്ഞാൽ clean എന്നാണ്. Very clean. Sparkling അതല്ല, പ്രകാശിക്കുന്നതൊക്കെയാണ്. വെരി വേറെ വീട് വെരി കുറിച്ച് അത് ഹൈജീനിക്കാണ്. അപ്പൊ അത് സംസാരിക്കും. Very clean. Yes, Ashika, correct answer. Very good. Ashika, Hiba, Harsha. Ashika, Hiba, Harsha. Immaculate. Very good, very good, very good. Correct answer. Oh. Very fast, FAST, fast. Rapid അല്ല, rapid action, quick
fast and quick, very fast. Yes, Harsha, very good. Harsha, Bindu Satyan, Ashika. Ashika അല്ലല്ല, ഹിബ. അപ്പൊ ഹർഷ, ബിന്ദു സത്യൻ, ആഷിക. സ്വിഫ്റ്റാണ്. ഞാൻ നിങ്ങള് പറയാനായിട്ട് വൈകുകയാണെങ്കിൽ ആ പേരില് ഒരു കാറിന്റെ ബ്രാൻഡ് നെയിമാണെന്ന് പറയാൻ വേണ്ടി ഇരിക്കരുത്. പക്ഷേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെരി കൺഫ്യൂസ്ഡ്. വെരി കൺഫ്യൂസ്ഡ്. അതല്ല, ബസിൽസ് അല്ല, ബഫൽഡ് അല്ല. യെസ്, ഹർഷ ടി വി. ഹർഷ, വെരി ഗുഡ്. ബിന്ദു സത്യൻ, ഹിബ. ഹർഷ, ബിന്ദു സത്യൻ ആൻഡ് ഹിബ. യെസ്, ആ ഇനത്തിലുള്ള ലാസ്റ്റ് ചോദ്യമാണ്. Very colorful. Very colorful. Yes, Sudisha, Ashika, Bindu Satya. Sudisha, Ashika and Bindu Satya. Yes, അപ്പൊ ആ ഇനത്തിലുള്ള ചോദ്യങ്ങൾ അവസാനിച്ചു. യെസ്, ഇനി ഞാൻ കുറച്ച് മെഡിക്കൽ ഫീൽഡ് പറയാം. മെഡിക്കൽ ഫീൽഡ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അല്ല, മെഡിക്കൽ ഫീൽഡ് അവിടെ നിൽക്കട്ടെ. നമുക്കറിയാം, പണം അത് ആരുടെ കയ്യിലിരിക്കുന്നുവോ അതനുസരിച്ചാണ് എന്റെ ടൈം വരുന്നത്. യെസ്, അപ്പൊ ഞാൻ സിറ്റുവേഷൻ പറയുന്നു. അങ്ങനെ ലഭിക്കുന്ന പണത്തിന് എന്ത് പറയും എന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞാൽ മതി. സിറ്റുവേഷൻ ഞാൻ പറയും. ചോദ്യം ഇതാണ്: മണി ബോറോഡ് ഫ്രം എ ബാങ്ക്. മണി ബോറോഡ് ഫ്രം എ ബാങ്ക്. Yes, Sudisha, Harsha, Ashika. Sudisha, Harsha, Ashika. വായ്പാന്ന് നേരത്തെ ഒരാൾ എഴുതിയത്, അത് കുഴപ്പമില്ല. ഹിബർ എഴുതിയത്. യെസ്, ഓക്കെ. അപ്പൊ ഹിബരെ പരിഗണിച്ചിട്ടുണ്ട്. യെസ്, അത് ലോണാണ് അല്ലെ? ബാങ്കിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന പൈസ ലോണാണ്. ഇപ്പൊ ബാങ്കിൽ നിന്ന് എന്തെടുത്താലും ക്രെഡിറ്റ് കാർഡ് എന്നൊക്കെ പറയാലോ. ക്രെഡിറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, മാർക്ക് തന്നു. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മണി ഇൻ ബിസിനസ്. മണി ഇൻ ബിസിനസ്. ഇൻവെസ്റ്റ്മെന്റ് ആണ്. യെസ്, കറക്റ്റ് വേർഡ് അതാണ്. ഹിബ, വെരി ഗുഡ്. ഹിബ, ആഷിക, ഹർഷ. ഹിബ, ആഷിക, ഹർഷ. അത് മൂലധനമാണ്. മൂലധനമാണ്. യെസ്, ആ മൂലധനം എന്നുള്ളതിന് നമ്മൾ പറയുന്നത് വേണ്ടി ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ. അടുത്തത് സിമ്പിൾ ആണ്. റിട്ടയർമെന്റ് മണി ഈസ് കോൾഡ് ഡാഷ്. ആഷിക, ബിന്ദു, ഹർഷ. ആഷിക, ബിന്ദു, ഹർഷ. അത് കോമൺ ആയിട്ട് അറിയാവുന്ന കേസാണ്. ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് പെൻഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മണി ഫ്രം എ ഗെയിം ഓർ ലോട്ടറി. Money from a game or lottery.
റിവാർഡ് അല്ല, അത് പ്രതിഫലമാണ്. ഇത് പ്രൈസ് ആളല്ല, ഒരു പേര് കൂടി ഉണ്ട്. പ്രൈസ് മണിയാണ്. പ്രൈസ് മണി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ മത്സരം ജയിച്ചാലും അതിൻ്റെ അകത്ത് ഇതുണ്ടാവും. മണി ഹിബ തരാം. ഈ പേരില് മലയാള ലംസമല്ല, അതൊരു ഇന്നത് കൊടുക്കും. ഈ പേരില് യെസ് ഹിബ, വെരി ഗുഡ്, യു ആർ റൈറ്റ്, ജാക്ക് പോട്ട്. ഹിബ, ബിന്ദു സത്യൻ, സുധീഷ. ഹിബ, ബിന്ദു സത്യൻ, സുധീഷ. ഞാൻ പറയാൻ പോയത് വേറെ ഒന്നും ആയിരുന്നില്ല. ഇതേ പേരില് മലയാളത്തില് ഒരു സിനിമയുണ്ടായിരുന്നു എന്ന് പറയാനായിട്ടാണ് പോയത്. യെസ്. അടുത്തത് യെസ്. അടുത്ത ചോദ്യം ഇതാണ്, മണി ഇൻ മാരേജ്. മണി ഇൻ മാരേജ്. സുധീഷ, ആഷിക, ഹിബ. സുധീഷ, ആഷിക ആൻഡ് ഹിബ. യെസ്. അത് ഡൗറി എന്ന് പറഞ്ഞു. ബ്രൈഡ് പ്രൈസ് എന്ന് പറഞ്ഞ വേറൊരു പേര് കൂടി ആയിട്ടുണ്ട്, ബ്രൈഡ് പ്രൈസ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ ചോദ്യങ്ങൾ ഇനി ഞാൻ പിന്നെ ചോദിച്ചോളാം. ഇതിപ്പോ കുറെ അധികം മാർക്ക് പേര് നോക്കട്ടെ. 3. യെസ്. അപ്പോ ഹർഷയ്ക്ക് 13 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഹർഷ 13 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. യെസ്. ഹിബയ്ക്ക് 14 പോയിന്റ് ഹിബയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ബിന്ദു സത്യന് 15 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 3-ാം സ്ഥാനം ഉറപ്പാക്കിയിട്ടുണ്ട്. സുധീഷയ്ക്ക് 18 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 2-ാം സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. സുധീഷ 2-ാം സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. ആഷിക വ്യക്തമായ ഭൂരിപക്ഷമാണ്. ആഷികക്ക് 26 കിട്ടിയിട്ടുണ്ട്. യെസ്, യു സെക്യൂർഡ് ദ ഫസ്റ്റ് പൊസിഷൻ. യെസ്. സോ ഐ വിഷ് യു all the best, and we will meet in the next class. Bye. Okay, Harsha.